അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. നമ്മളിൽ പല ആളുകളും സ്ഥിരമായി ഇത് ഓതാറുള്ളതാണ്. ചില ആളുകൾ ഇതിൻ്റെ ശ്രേഷ്ഠതയൊന്നും അറിയാതെ വല്ലപ്പോഴും ഓതുന്നവരാണ്. ചില ആളുകൾ ഇത് ഓതാറ് തന്നെയില്ല. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഈ സൂറത്തുൽ മുസമ്മിൽ, ഈ സൂറത്തുൽ മുസമ്മിൽ ഓതിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്നത് 6 വലിയ പ്രതിഫലങ്ങളാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ഉസ്താദെ, കടമാണ്, പ്രതിസന്ധിയാണ്, ജോലിയില്ല, വീടില്ല, മക്കൾക്ക് രോഗമാണ്, അതുപോലെ പല പ്രയാസങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമാണ്, ഇണക്കം വരുന്നില്ല, കുടുംബജീവിതത്തിൽ ബറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ പറയുന്നവർക്ക് ഒരൊറ്റ മൂലിയാണ് ഈ വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത്. ഈ സൂറത്ത് എപ്പോഴാണ് ഓതേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത്? ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞ് ഒരു ദിക്ർ കൂടി പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് നൽകുന്നത് വലിയ നേട്ടങ്ങളാണ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഇത് അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുതേ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ഒരുപാട് സൂറത്തുകളുണ്ട്. ഖുർആനിലെ എല്ലാ സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒരുപാട് ശ്രേഷ്ഠതയാണ്, പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകത, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, ഇങ്ങനെ ഒരുപാട് സൂറത്തുകളുടെ, അതുപോലെ ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന, ഇതുപോലെ തുടങ്ങുന്ന അതിശ്രേഷ്ഠമായ ആയത്തുകളുടെയും ഒക്കെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഇന്ന് നമ്മളെല്ലാവരും വളരെ കെയർഫുള്ളായി, വളരെയധികം ശ്രദ്ധയോടെ ഓരോ ദിവസവും ഓതേണ്ട ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുസമ്മിൽ എന്നാണ്. പല ഉമ്മമാരും ഈ സൂറത്ത് ഓതാറുള്ളവരാണ്. ചില ആളുകൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓതാറുണ്ട്. വെള്ളിയാഴ്ച രാവൊക്കെ വരുമ്പോൾ ഈ സൂറത്ത് പ്രത്യേകമായി ഓതുന്ന ഉമ്മമാരുണ്ട്. ചില ആളുകൾ ഇത് ഓതാറേയില്ല, ഇത് മൈൻഡ് പോലും ചെയ്യാത്ത പല ആളുകളും ഉണ്ടാകും. എല്ലാവരും മൈൻഡ് ചെയ്ത്, എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഓതിയാൽ വമ്പൻ 6 പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന അതിശ്രേഷ്ഠമായ, എന്നാൽ ഓതാൻ വളരെ എളുപ്പമുള്ള, ഏകദേശം ഒരു 1.5 പേജ് മാത്രമുള്ള അതിശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വിശുദ്ധമായ ഖുർആനിലെ 73ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. 20 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്, 20 ആയത്തുകൾ മാത്രം. വിശുദ്ധമായ മക്കയിൽ അവതരിച്ച അത്ഭുതകരമായ ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിൽ ഖദീജ ബീവിയുടെ കൂടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, നബിതങ്ങൾ ഇങ്ങനെ പുതപ്പ് മൂടിയിട്ട് കിടക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ അടുത്തിരുന്ന് നബിതങ്ങളുടെ തലയിൽ ഇങ്ങനെ തലോടി ആശ്വസിപ്പിക്കുകയാണ്. നബിതങ്ങൾക്ക് എന്തോ ഒരു വലിയ വിഷമം, എന്തോ വലിയൊരു സങ്കടം, പ്രയാസം. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഇടയിലേക്ക് വരുന്നത്. ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ, എഴുന്നേക്ക്, ഇങ്ങനെ കിടക്കല്ലേ, നമുക്ക് ഒരുപാട് പ്രവർത്തികൾ ഇനി ചെയ്യാനുണ്ട് നബിയെ, അതുകൊണ്ട് എഴുന്നേൽക്ക് എന്ന് നബിതങ്ങളെ എഴുന്നേൽപ്പിച്ച, നബിതങ്ങൾ പ്രയാസപ്പെട്ട് കിടന്ന സമയത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ഒരു അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. നമ്മളിത് ഈ സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യത്തെ ആയത്തുകളൊക്കെ നമ്മൾ ഓതി നോക്കിയാൽ എന്താ പറയാ, ഒരു അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണ് അല്ലാഹു തആല നൽകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിങ്ങളൊക്കെ ഓതിയിട്ടുണ്ടാകും. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അത്ഭുതകരമായ ആയത്തുകളാണ് അല്ലാഹു പറയുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിക്കിടക്കുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, നബിയേ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേറ്റിട്ട് രാത്രിയുടെ അല്പം മാത്രം വിശ്രമിച്ചിട്ട് അല്ലാഹുവിന്റെ നബിയെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ,
ഒന്നുകിൽ രാത്രിയുടെ പകുതി ഭാഗം അല്ലെങ്കിൽ രാത്രിയിൽ നിന്നും കുറച്ചു ഭാഗം നബിയെ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണേ നബിയെ, നിസ്കരിക്കണേ നബിയെ. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അള്ളാഹുവിന്റെ നബിയെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു കിടന്ന സമയത്ത് നബി തങ്ങൾക്കുള്ള ആശ്വാസ വാക്കുകളായിട്ട് അല്ലാഹു തആല പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. അപ്പോ ഈ സൂറത്തുൽ മുസമ്മിൽ അള്ളാഹുവിന്റെ റസൂലിനൊരു വിഷമം വന്നപ്പോ ആ വിഷമം മാറ്റാൻ അല്ലാഹു തആല ജിബ്രീൽ എന്ന മലക്കിനെ കൊണ്ട് നബിതങ്ങളുടെ അടുക്കൽ ഓദിപ്പിച്ച ഈ സൂറത്ത് ഓതിയാൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ മാറിയതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമുക്ക് ഒരുപാട് അല്ലെ, എത്രയോ ഉമ്മമാരാണ് കമന്റുകൾ എഴുതുന്നത്. വായിക്കുമ്പോൾ തന്നെ വളരെ വിഷമമാണ്, വളരെ സങ്കടമാണ്. ഒരുപാട് പ്രശ്ന കൂമ്പാരങ്ങളുടെ നടുവിൽ കിടന്ന് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ജോലിയുടെ കാര്യം, മക്കളുടെ കാര്യം, അതുപോലെ കുടുംബത്തിൽ പ്രശ്നമാണ്, അതുപോലെ രോഗങ്ങളുടെ കാര്യം. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്, തലയിൽ ബ്രെയിൻ ട്യൂമറാണ്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞതാണ്. ഏകദേശം ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആ മൂത്ത മകന് വീണ്ടും ക്യാൻസർ വന്നിരിക്കുന്നു തലയിൽ. ഇളയതും ഒരു മകനാണ്, 2 ആൺമക്കളാണ്. ഇളയതൊരു ആൺകുട്ടിയാണ്, അവനിക്കും രക്തത്തിൽ ക്യാൻസറാണ്. യാ അല്ലാഹ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 2008 മുതൽ ഇപ്പോൾ 2023 2008 മുതൽ ഞാൻ RCCയിൽ കയറി ഇറങ്ങുന്ന RCCയിലെ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും എന്നെ വളരെ പരിചയമാണ്. കാരണം 2008 മുതൽ എൻ്റെ ഭാര്യയെ നോക്കുന്നതിന് വേണ്ടി, ഭാര്യയെ ചികിത്സയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അതിനുശേഷം എൻ്റെ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു ഹോസ്പിറ്റലായി RCC മാറിയിരിക്കുകയാണ് ഉസ്താദെ, പ്രത്യേകം ദുആരക്കണമെന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ആ സഹോദരൻ്റെ എത്ര വലിയ ക്ഷമയാണെന്ന് നോക്കണേ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവർ 4 പേരാണ്. ആ പറഞ്ഞ സഹോദരൻ്റെ ഭാര്യ 2 ആൺകുട്ടികളാണ്. 3 പേർക്കും ക്യാൻസർ രോഗമാണ്. 3 പേർക്കും 2 കുട്ടികൾക്ക് ക്യാൻസറാണ്. അതുപോലെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിപ്പോഴും അതിൻ്റെ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറാൻ, മക്കളെ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ജോലിയില്ല, വീടില്ല, കുടുംബത്തിൽ ഓരോരുത്തർക്കും മാറി മാറി അസുഖങ്ങളാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന എത്രയോ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഈ ഒരൊറ്റ സൂറത്ത് മതി. കാരണം എന്താണ്? ഞാനിങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം, അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരുന്ന സമയത്ത് നബിതങ്ങളുടെ വിഷമം മാറാൻ അള്ളാഹു അറിയിച്ചു കൊടുത്ത സൂറത്ത്. ഇത് നമ്മൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങളും മാറും, എൻ്റെ പ്രയാസങ്ങൾ മാറും എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ മുസമ്മിൽ നമ്മൾ ഓതണമെന്നാണ്. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി കടന്നു വരികയാണ്. ഒരു സ്വഹാബി കടന്നു വരുന്നു, കണ്ണീര് ഇറ്റിച്ചാണ് വരുന്നത്, ഒരുപാട് വിഷമിച്ചാണ് വരുന്നത്. എന്നിട്ട് ഈ അലിയാര് തങ്ങളോട് ഈ വന്ന സ്വഹാബി പറയുകയാണ്, അലിയേ, എനിക്ക് 2 കുട്ടികളാണുള്ളത്. ആ 2 കുട്ടികളുടെയും ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് അത് പൊട്ടിയൊലിച്ച് അതിൽ നിന്നും ഇങ്ങനെ ചലമിങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. അലിയേ, ഈ നാട്ടിൽ അതിന് മരുന്നില്ല എന്നാണ് വൈദ്യന്മാര് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? ഇത് അലിയാര് തങ്ങളോട് ഒരു സ്വഹാബി വന്ന് പറഞ്ഞതാണ്. വളരെ സങ്കടം പറഞ്ഞു. ഉടൻ തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ പ്രതിസന്ധിയിലായ സമയത്ത് ഈ സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ടാണ്, ഇതിന്റെ ആയത്തുകളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന് വളരെയധികം ആശ്വാസമുണ്ടായത് എന്നതുപോലെ നിങ്ങളുടെ മക്കളുടെ പ്രതിസന്ധികൾ മാറാൻ ഈ സൂറത്തുൽ മുസമ്മിൽ ഓതി ആ കുട്ടികളെ മന്ത്രിക്കണേ. അങ്ങനെ ഈ സ്വഹാബി വീട്ടിലേക്ക് പോയി 7 ദിവസം തുടർച്ചയായി ഈ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതി മക്കളെ ഇങ്ങനെ മന്ത്രിക്കുന്നു.
അതിനുശേഷം 7 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ട് അലിയാർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അലിയേ, എൻ്റെ മക്കളുടെ രോഗം ശിഫയാകുന്നുണ്ട്. സൂറത്തുൽ മുസമ്മിലിന്റെ പവർ ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അലിയേ എന്ന് ആ സ്വഹാബി വന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ വളരെയധികം ഓതാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. എന്നോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ കമൻ്റായി ചോദിക്കാറുണ്ട്, ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് ഫോണിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പല ആളുകളും ഫോണിൽ വിളിച്ച് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല. 4ാമത് വിളിക്കും, ഉസ്താദെ ഒന്ന് ഫോൺ എടുത്തൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കണം, ഞാനും ഒരുപാട് തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഒരു പക്ഷെ ഫോൺ എടുക്കുക, പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല. പിന്നെ പല ആളുകളും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അവരോട് മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. മകൾക്ക് രോഗം, മോനിക്ക് രോഗം, മരുമോനിക്ക് അവിടെ പ്രശ്നം, ഭർത്താവിന് ഇവിടെ പ്രശ്നം, അതുപോലെ തന്നെ അങ്ങനെ പ്രതിസന്ധി, ഇവിടെ ചെന്ന് കടമാണ്, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുമ്പോൾ അവരോട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദിന് ചികിത്സ അറിയാമോ, ഉസ്താദ് അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ? എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എനിക്കൊന്നും അറിയില്ല. അതായത് ഇതുപോലുള്ള കിതാബുകളിൽ കാണുന്ന സൂറത്തുകളും ആയത്തുകളും ദിക്റുകളൊക്കെ ഇതൊക്കെ ഓതിയാൽ ഇന്ന പ്രതിഫലം ഉണ്ട് എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനല്ലാതെ ഒരു രോഗത്തിൽ നിന്നും ശിഫ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഹർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാക്കണോ, അള്ളാഹനെ തന്നെയാണ് സത്യം, എനിക്കതിന് കഴിവില്ല. ആരും അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ആരും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം എനിക്കതിനെ പറ്റി അറിയില്ല. അപ്പോൾ എന്തെങ്കിലും സൂറത്തുകൾ അറിയണമെങ്കിൽ, ആയത്തുകൾ അറിയണമെങ്കിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് അറിയുന്നത് പോലെ പറഞ്ഞു തരാം. അല്ലാതെ ഒരു സിഹറുണ്ട്, ആ ബാത്തിലാക്കണം, എങ്ങനെയാണ് ഉസ്താദ് ബാത്തിലാക്കും എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹനെ റബ്ബിനാൻ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് സ്നേഹത്തോടെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊന്ന് ഉണർത്തി തരുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മുസമ്മിലാണ്. ഈ സൂറത്തുൽ മുസമ്മിൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, നബിതങ്ങളുടെ സങ്കടം മാറിയതുപോലെ നമ്മുടെയും സങ്കടം മാറും. എന്താ ഈ നബിതങ്ങളുടെ സങ്കടം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇഖ്റ, അല്ലേ, സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ വചനങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ആദ്യത്തെ വചനങ്ങൾ നബിതങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ ഇങ്ങനെ ഓതി കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് നബിതങ്ങൾ ഖുർആനിന്റെ വചനം കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് ജിബ്രീലിനെ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചു വിറച്ചു എന്നാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ജിബ്രീൽ ഇങ്ങനെ അണച്ചു പിടിച്ചു എന്നാണ്, തൻ്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഈ സമയത്തൊക്കെ നബിതങ്ങൾ വളരെയധികം വെപ്രാളപ്പെട്ടു പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ നബിതങ്ങൾ ഓടി വിഷമിച്ച് സങ്കടപ്പെട്ട് എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നൊക്കെ പേടിച്ച് നബിതങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്നപ്പോൾ ഖദീജ ബീബി ആശ്വസിപ്പിക്കുക, നബിയെ ഒന്നുമില്ല, താങ്കളെ അല്ലാഹു തആല കൈവിടില്ല, താങ്കളെ അല്ലാഹു തആല ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ നബിതങ്ങൾ സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിക്ക്, എനിക്ക് ബേജാറാകുന്നു, വിഷമമാകുന്നു, സങ്കടമാകുന്നു, എനിക്ക് എന്തോ ഒരു അസുഖം വരാൻ പോകുന്നു എന്നൊക്കെ നബിതങ്ങൾ ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പുതപ്പ് മൂടി ഇങ്ങനെ കിടക്കുമ്പോൾ 2-3 ദിവസം ഇങ്ങനെ കിടന്നു എന്നാണ്, പനിച്ച് വിറച്ചിങ്ങനെ കിടന്നു എന്നാണ്. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ, ഇങ്ങനെ കിടക്കല്ലേ, എഴുന്നേക്ക്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നബി തങ്ങളുടെ ആ സങ്കടവും പ്രയാസവും ഒക്കെ ഈ സൂറത്ത് ഓതി ജിബ്രീൽ ഇങ്ങനെ ഓതുന്ന സമയത്ത് തന്നെ മാറി എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഈ സൂറത്തിൽ മുസമ്മിൽ ഓതിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റി നൽകും. അപ്പൊ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ്, നബി തങ്ങളോടുള്ള ഇഷ്ടം കൂടാൻ ഈ ഒരു സൂറത്ത് പതിവാക്കണമെന്നാണ്. നബിയെ സ്വപ്നം കാണാനും നബിതങ്ങളുടെ കൂടെ നാളെ ഹൗദുൽ കൗസർ കുടിച്ച് സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ഒരുമിക്കാനൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്തുൽ മുസമ്മിൽ എല്ലാ ദിവസവും അവൻ മുടങ്ങാതെ ഓതട്ടെ. ഏത് സമയത്തും ഓതാം, രാത്രിയിൽ ഓതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പകലിൽ ഓതാം, അത് നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഓതാം. പിന്നെ മെൻസസുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഇത് ഒരു ദിക്റായിട്ട് ഓതാമോ എന്നൊന്നും ചോദിക്കേണ്ട, ദിക്റായിട്ട് ഇത് ഓതാൻ പറ്റില്ല. കാരണം ഇതൊരു വിശുദ്ധമായ ഖുർആനിലെ തനിച്ച സൂറത്താണ്. അതുകൊണ്ട് ഇത് ദിക്റായിട്ടൊന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, വുളൂ ഉള്ള സമയത്ത്, അത് ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ ഇത് നമുക്ക് ഓതാൻ പറ്റൂ. പിന്നെ ഖുർആൻ എടുത്ത് ഓതുകയാണെങ്കിൽ വുളൂ വേണം, അല്ലാതെ മൊബൈലിലൊക്കെ നോക്കി ഓതുകയാണെങ്കിൽ നമുക്ക് വുളൂ ഇല്ലാതെ ഈ സൂറത്തൊക്കെ ഓതാവുന്നതാണ്.
അപ്പോൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ്, നബി തങ്ങളോടുള്ള ഇഷ്ടം കൂടാൻ ഈ സൂറത്ത് കാരണമാണ്. മൂന്നാമത്തേത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഒരു പിണക്കമുണ്ടായി, എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായി, സംശയരോഗമുണ്ടായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കിടയിലെ ആ ഒരു പ്രയാസ പ്രതിസന്ധി, അതായത് പിണക്കം മാറി ഇണക്കം വരാൻ ഈ സൂറത്തുൽ മുസമ്മിൽ വളരെയധികം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഭാര്യയും ഭർത്താവും ഓരോ ദിവസവും ഒരു 7 ദിവസം തുടർച്ചയായി അങ്ങനെ എന്തെങ്കിലും പിണക്കത്തിലായ ആളുകളുണ്ടെങ്കിൽ 7 ദിവസം തുടർച്ചയായി സൂറത്തുൽ മുസമ്മിൽ രണ്ടുപേരും ഒന്ന് ഓതി നോക്കിക്കേ, നിങ്ങളിൽ ഇഷ്ടമുണ്ടാകുന്നത് കാണാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത്, മരണപ്പെട്ടുപോയ ആളുകൾക്കുള്ള ഒരു ഹദിയയായി നമുക്ക് ഈ സൂറത്ത് ഓതി കേൾപ്പിക്കാമെന്നാണ്. ഇപ്പം നമ്മുടെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, അങ്ങനെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് അവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട്, അതുപോലെ ഖത്തുമുൽ ഖുർആൻ ഓതാറുണ്ട്, ഫാത്തിഹ ഓതാറുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് അല്ലാഹുവേ, ഞാൻ ഓതിയ സൂറത്തുൽ മുസമ്മിലിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കള്, സഹോദരി, സഹോദരന്മാരെ അവർക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദ്വാരന്നാൽ അവർക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും ഖബറിലേക്ക്. ഓതിയ നമുക്കുമുണ്ട് കൂലി, അത് ഓതപ്പെട്ട അവർക്കുമുണ്ട് കൂലി. അഞ്ചാമത്തേത്, ഈ സൂറത്തുൽ മുസമ്മിൽ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതുക, എന്നിട്ട് 11 പ്രാവശ്യം ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന് 11 വട്ടം ഒരാൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല, അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്തത് ആ കാര്യം അല്ലാഹു വേഗത്തിൽ ഖൈറായ നിലയിൽ നടത്തിത്തരുന്നതാണെന്ന് പോലും നമുക്ക് ഉലമാക്കൾ ഇതിൻ്റെ ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട്. ആറാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഈമാൻ വർദ്ധിക്കണം. അവനിക്ക് ചില സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ പല സംശയങ്ങളാണ്. അല്ലാഹ് ഉണ്ടോ, ഇസ്ലാമിൽ എന്തിനാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു പൊട്ട സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, വേണ്ടാത്ത സംശയങ്ങൾ. വുളൂയിൽ എന്തിനാണ് ഇങ്ങനെ മുഖം കഴുകണമെന്ന് പറഞ്ഞത്, നിസ്കാരം എന്തിനാ ഈ 5 വക്കത്ത് 4 വക്കത്ത് പോലെ എന്നൊക്കെ ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇങ്ങനെ ശൈത്താൻ കൊണ്ടുവരുന്ന സമയത്ത് സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ അവനിക്ക് ഈമാൻ ഉണ്ടാകും, മരണസമയം ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുമെന്നെല്ലാം ഈ സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായി മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ സ്നേഹത്തോടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, സൂറത്തുൽ മുസമ്മിൽ നമ്മളത് പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാ ദിവസവും ഓതാൻ പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഈ സൂറത്തുൽ മുസമ്മിൽ ഓതിയാൽ നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകും. ആഗ്രഹം ഏതാണെങ്കിലും അല്ലാഹു സഫലീകരിച്ചു തരും. രോഗങ്ങൾ മാറാൻ, കടങ്ങൾ മാറാൻ, എല്ലാത്തിനും ഒരൊറ്റമൂലി തന്നെയാണ് ഈ സൂറത്തുൽ മുസമ്മിൽ. അല്ലാഹു തആല ഇത് സ്ഥിരമായി ഓതാൻ, ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഈ പറയപ്പെട്ട വീഡിയോ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ, സമാധാനത്തിൻ്റെ, റാഹത്തിൻ്റെ, സ്വലാഹിയ്യത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം മുറാദുകൾ മനസ്സിൽ കണ്ടാണോ ഈ ഒരു സൂറത്തുൽ മുസമ്മിൽ ഇനി മുതൽ ഓതാൻ പോകുന്നത്, അവരുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.